ഏറെക്കുറെ ഒരു വർഷം മുൻപ് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ രണ്ട് കർഷകർ മരിച്ച മേഖലയിൽ നിന്നും, അത് കോട്ടയം ജില്ലാ അതിർത്തിയിൽ വരുന്ന പ്രദേശമാണ് എങ്കിൽ പോലും അവിടെ നിന്ന് ഏറെക്കുറെ ഒരു 4 കിലോമീറ്ററോളം മാറിയാണ് ഇന്ന് പുലർച്ചെ 1:30 ബിജുവിന് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ പ്രദേശവാസികൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം നിരന്തരം വന്യജീവികൾ ഇറങ്ങുന്ന ഒരു മേഖല, കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവഹാനി നേരിടുന്നു. ഇതേ തുടർന്നാണ് വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നത്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധം കളക്ടർ നേരിട്ടെത്തി പ്രദേശവാസികളോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ച് അവർ നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്നുള്ള പശ്ചാത്തലത്തിൽ അവർ ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇപ്പോൾ ആൻ്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കണമല ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രതിഷേധിക്കുകയാണ്. ഇനിയും പ്രദേശവാസികളായ മറ്റ് ഒരു കൂട്ടം ആളുകൾ അടുത്ത 1 മണിക്കൂർ സമയത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കണമെന്നുള്ള ഒരു ആഹ്വാനവുമായി മൈക്ക് ഉച്ചഭാഷിണിയിൽ അനൗൺസ് ചെയ്തുകൊണ്ട് പ്രദേശവാസികളിലൊക്കെ തന്നെ പിന്തുണ തേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ ഉള്ളത്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതശരീരം ഇവിടെ എത്തിച്ച് മോർച്ചറിയിലേക്ക് മാറ്റും. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള 2 മക്കൾ കൂടി എത്തിയ ശേഷമായിരിക്കും മൃതശരീരം സംസ്കരിക്കുക. ആൻ്റണി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്ര സമയം ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും? എന്ത് ഉറപ്പാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇവിടെ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന കൃഷിക്കാർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ഇന്ന് ഒരു സംരക്ഷണവുമില്ല. ഇപ്പം വനത്തെ സംരക്ഷിക്കേണ്ടതും വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ നിർത്തേണ്ട ചുമതല ആർക്കാണ്? ഫോറസ്റ്റുകാർക്ക്. അവർ ചെറുവിരൽ അനക്കുന്നുണ്ടോ? ഇതിനൊരു സോളാർ ഫെൻസിങ് എന്നുള്ള എത്ര കാലമായി പറയുന്നു, ഇടുന്നുണ്ടോ? വനത്തിൽ നിന്ന് കാർഷിക മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങാതെ കിടങ്ങുകൾ കുഴിക്കണം, എത്ര കാലമായി പറയുന്നു, അവർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നിർബാധമായിട്ട് ഇവിടെ കാട്ടാന, പുലി, കടുവ, കുരങ്ങ്, കാട്ടുപന്നി, വിഷപ്പാമ്പുകൾ ഇതെല്ലാം ഇറങ്ങി കൃഷിക്കാരനെ ആക്രമിക്കുക. ഇന്നലെ കാട്ടാന ചവിട്ടിക്കൊന്ന കൃഷിക്കാരൻ്റെ ആ പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസത്തിനാണ് 30ഓളം പട്ടികളെ പുലി പിടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഒരു വീട്ടിലൊന്ന് ഒരു വന്യമൃഗം കടന്നു വന്നാലൊന്ന് കുരയ്ക്കാൻ പോലും ആളുകൾക്കറിയാൻ പോലും മാർഗമില്ല. ജീവൻ കൈ പിടിച്ചാൽ ജീവിക്കുന്നത്. അതിന് പുറമെയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിരന്തരമായി ഇവരുടെ പേര് കള്ളക്കേസ് എടുക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇവരെന്ത് നട്ട് വളർത്തിയാലും, അത് കപ്പ നട്ടാലും ചേന നട്ടാലും ചേമ്പ് നട്ടാലും കാച്ചിൽ നടത്തിയാലും അത് മുഴുവൻ ആ അധ്വാനത്തിൻ്റെ ഫലം മുഴുവൻ കാട്ടുപന്നി കൊണ്ടുപോവുകയാണ്. കാട്ടുപന്നി കാട്ടിലല്ലേ ജീവിക്കേണ്ടത്? നാട്ടിൽ ജീവിക്കുന്ന പന്നി എങ്ങനെയാണ് കാട്ടുപന്നിയാകുന്നത്? അതിനെ എന്തെങ്കിലും ഒരാൾ ഉത്തരിച്ച് അന്നേരം ഇവർ കേസെടുക്കാൻ പോകില്ലേ? അത് മാത്രമാണ് ഇവിടെ പ്ലാവെ ചക്ക കായ്ച്ചാൽ ആ ചക്ക ആകെ അവർക്ക് ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന അത് വെട്ടി താഴെയിടുക. അത് നിന്ന് കഴിഞ്ഞാൽ കാട്ടാന വന്ന് ഈ പ്ലാവ് നശിപ്പിക്കും, തൊട്ടടുത്തുള്ള വീടും നശിപ്പിക്കും. അപ്പം ആളുകൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അപ്പോൾ അതിനെതിരെ അങ്ങയുടെ ഈ പ്രതിഷേധം എത്ര സമയം തുടരും? അല്ല, ഇതേ സംബന്ധിച്ചൊരു ഒരു വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ മാറുന്നുള്ളൂ. ഇതേ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം അറിയട്ടെ. വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന തരത്തിലുള്ള നടപടികൾ എടുക്കണമെന്നുള്ളതാണ് ആൻ്റണി. ആദ്യഘട്ടത്തിൽ അവർ സമീപവാസികൾ പരസ്പരം ഫോൺ മുഖേന സന്ദേശം കൈമാറുകയാണ് ഉണ്ടായത്. പോലീസിനെ വിവരം അറിയിക്കുന്നതും ഈ അപകടത്തിന് ശേഷമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ തുലാപ്പള്ളി മേഖലയിൽ നിന്നും ബിജുവിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തേക്ക് എത്താൻ ഏറെക്കുറെ 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഏറെ കയറ്റം ഉള്ള ഒരു പ്രദേശമാണ്. എത്തിച്ചേരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ ആന ഇറങ്ങി എന്നുള്ള സൂചന ലഭ്യമായതോടുകൂടി ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ആനയെ തുരത്താൻ വേണ്ടി പരസ്പരം സംഘടിക്കുന്നതിൻ്റെ ഭാഗമായി മൊബൈൽ ഫോൺ മുഖേന പരസ്പരം വിവരങ്ങൾ കൈമാറി. അങ്ങനെ ഏറ്റവും അടുത്ത് ഈ ആന എത്തിയ മേഖലയുടെ അടുത്ത് താമസിക്കുന്ന ആളെന്ന തരത്തിൽ ബിജു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെയ്സിയുമാണ് ആദ്യം ഇറങ്ങുന്നത്. ആനയുടെ ശബ്ദം കേട്ട് ഹെഡ്ലൈറ്റ് തെളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആന വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുന്ന ശ്രദ്ധയിൽ വന്ന് പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ബിജു നേരെ ഹെഡ്ലൈറ്റ് തെളിച്ച് കടന്നു പോവുകയും ചെയ്തിരുന്നു. ആനയുടെ ചിഹ്നം വിളി വീണ്ടും കേട്ടതോടുകൂടി ഭാര്യ ആ പ്രദേശത്തേക്ക് പോകാൻ തയ്യാറായില്ല, ഭയന്ന് പിന്മാറുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ഈ ആന 2ാമത് ചിഹ്നം വിളിക്കപ്പോഴേക്കും അക്രമത്തിന് ബിജു ഇരയായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ആന പോയതോടുകൂടി വലിയ തോതിൽ ബഹളം വെച്ചുകൊണ്ട് ഡെയ്സി വിളിച്ചു കൂവിയതോടുകൂടിയാണ് സമീപവാസികളായിട്ടുള്ള മറ്റ് കൂടുതൽ ആളുകൾ എത്തിയത്. വനമേഖലയിൽ നിന്ന് ഏറെക്കുറെ ഒരു 300 മീറ്റർ മാത്രം അകലെയാണ് ബിജുവിൻ്റെ വീടുള്ളത്. ആ പ്രദേശത്ത് വീടിൻ്റെ മുറ്റത്തോട് ചേർന്ന വഴിയിലാണ് മൃതശരീരം കണ്ടെത്തിയത്. അപ്പം വന്യജീവികൾ ആ മേഖലയിൽ ഇറങ്ങുന്ന നിത്യസംഭവമാണ്. പല
പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വനമേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ആദ്യഘട്ടത്തിൽ അവർ വനം വകുപ്പ് ജീവനക്കാരെ ബന്ധപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. കൂടുതൽ ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും ജീവനറ്റ നിലയിലായിരുന്നു ബിജുവിൻ്റെ ശരീരം കണ്ടെത്തിയത്.